പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ബിയ വിൻസെൻ്റ്. ഇതെൻ്റെ അമ്മയാണ് ബീന വിൻസെൻ്റ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 25 അമ്മ അതിനു മുൻപേ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മാർച്ച് മാസത്തിൽ 2024 ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തിയറി എക്സാം കഴിഞ്ഞ് ഒരു 2 വീക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ഒരു വണ്ടി, നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി കുറുകെ ചാടി. അപ്പം അതിലിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. സ്കൂട്ടറായിരുന്നു. അപ്പം അമ്മ എൻ്റെ പുറകിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. ഞാൻ വീണില്ല, വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ വണ്ടി വെച്ച് തിരിച്ച് അമ്മയെ നോക്കുന്ന സമയം കൊണ്ട് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും കരങ്ങൾ അമ്മയെ ആ റോഡിൽ നിന്നും പിടിച്ച് എണ്ണയിപ്പിച്ച് നിർത്തിയിരുന്നു. അമ്മയുടെ കയ്യിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അമ്മ മാതാവ് ആ ഉടമ്പടി കാശുരൂപം അമ്മ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി ഒരു ആപത്തും കൂടാതെ, ഒരു മുറിവുകളും ഇല്ലാതെ പൂർണ്ണമായിട്ടും ആ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അത് ഞാൻ വിശ്വാസത്തോടെ എൻ്റെ കൺമുൻപിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ താമസിക്കില്ല, ഇനി ഞാൻ ഉടമ്പടി ഉടനെ തന്നെ എടുത്തിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. തിയറി എക്സാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപം ഒക്കെ കൊണ്ടാണ് പിന്നീട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നത്. അങ്ങനെ BSc നഴ്സിംഗിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. OBG എന്ന എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, 50 ഷീറ്റുള്ള ബുക്ക്ലെറ്റിൽ വെറും ഏകദേശം 30ഓളം ഷീറ്റുകൾ മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് എക്സാം ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ അന്ന് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇത് ഫൈനൽ ഇയർ എക്സാമാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പാസ്സാക്കി തരണം. നോട്ട് ബൈ മൈ മെറിറ്റ്, ഒൺലി ബൈ ഗ്രേസ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് പാസ്സാകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളും എളുപ്പമായിരുന്നു. പക്ഷേ ആ സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ എടുത്ത് ഉയർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ തോൽക്കുമോന്ന് പോലും പേടിച്ചിരുന്ന OBG എന്ന ആ എക്സാമിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ചത്. ബാക്കി 3 സബ്ജക്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ BSc നഴ്സിംഗ് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ OBG എന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് OET പഠിക്കാനായിട്ട് ഞാൻ പോയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഉടമ്പടിയിലാണ്. അപ്പം അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്, ഞാനത് പാസ്സാകും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ക്ലബിംഗ് സ്കോർ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കൂടുതൽ ഈശോയോടും അമ്മ മാതാവിനോടും അടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ജീവിതത്തിൽ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബിംഗ് സ്കോർ മാത്രം എനിക്ക് ലഭിച്ചത്. UKക്ക് വേണ്ട റിക്വയർഡ് സ്കോർ അന്ന് എനിക്ക് ലഭിച്ചില്ല. അതിനുശേഷം 2ാമത് ഞാൻ വീണ്ടും OET എഴുതി. അന്ന് എനിക്ക് ഇത്രയും പോലും മാർക്ക് ലഭിച്ചില്ല. വീണ്ടും 3ാമത് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി. അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു. അന്ന് ഞങ്ങൾ എക്സാം എഴുതാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ 3ാമത്തെ എക്സാം ഞാൻ എഴുതി. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ ഉപ്പ് വിതറി, ഉടമ്പടി തൈലം ഉപയോഗിച്ച്, തേൻ ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. OET പാസ്സായതിനു ശേഷം അടുത്തത് CBT എക്സാമാണ്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. വളരെ പ്രയാസകരമായ ഒരു പരീക്ഷ തന്നെയാണത്. ആ സമയത്ത് ഞാൻ എക്സാമിന് എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എക്സാം സെൻറ്റർ ചെറിയതായിട്ടൊന്ന് മാറിപ്പോയി. അങ്ങനെ രാവിലെ 9 മണിക്കാണ് എക്സാം. 8:30 ആയപ്പം എറണാകുളം സിറ്റിയിലെത്തി. പക്ഷേ
ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം അന്ന് എക്സാം സെൻറ്റർ മാറിപ്പോയി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു, ഞാനും എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എക്സാം എഴുതാൻ പോയത്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിനി എത്ര പരിശ്രമിച്ചാലും 9 മണിക്ക് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പാണ്, എൻ്റെ പരിശുദ്ധ ദൈവമാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ എക്സാം ഹാളിൽ എത്തിക്കണേ 9 മണിക്ക് മുമ്പ്. വളരെ തിരക്കുള്ള സമയമാണ്, എറണാകുളം ടൗണിലെ രാവിലെ 8:30 എന്ന് പറയുന്ന സമയം. എനിക്കറിഞ്ഞുകൂടാ, അത്ഭുതമെന്ന് പറയട്ടെ, 9 ആകാൻ കൃത്യം 2 മിനിറ്റ് ഉള്ളപ്പം ഞാൻ ആ എക്സാം ഹാളിൽ എത്തുകയും ആ എക്സാം എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. OETയും CBT ഒക്കെ പാസ്സായി ഞാൻ ആ സമയത്ത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വോളണ്ടറി സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തിനാണ് താലൂക്ക് ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്, വേറെ എവിടെയെങ്കിലും കയറിക്കോടെ, ഇനിയിപ്പോൾ ആരും UK ആരെ ഇപ്പോൾ എടുക്കത്തൊന്നുമില്ല, അവിടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്ക് വേണ്ടിയും ഞാൻ സേവനം ചെയ്യുമ്പോൾ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും അതിനുള്ള പ്രതിഫലം എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ 5:30 മണിയുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീലത്തിരിയിൽ അമ്മ മാതാവ് ഒരു തിരുഹൃദയ രൂപം ഞങ്ങളെ കാണിച്ചു തന്നു. ഇതാണ് ആ തിരുഹൃദയ രൂപം. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്താണ് ഈ അടയാളമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഓരോ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് OSCE എക്സാം എഴുതാനായിട്ട് UK പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ വിസയും ഒക്കെ റെഡിയായി. ഞാൻ UK എത്തുന്നത് 2025 ജൂൺ 27-ാം തീയതിയാണ്. ജൂൺ 27 എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് മാസങ്ങൾക്ക് മുൻപേ കാണിച്ചു തന്ന ഈ തിരുഹൃദയം ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ UK എത്തുക എന്നുള്ള അടയാളമായിരുന്നു. അങ്ങനെ UK എത്തി. അവിടുത്തെ UK രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമാണ് OSCE എക്സാം. വളരെ പ്രയാസകരമായ ഒരു എക്സാമാണ്. ഞാൻ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ എക്സാം പാസ്സായി. അതിനുശേഷം UK രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ എനിക്ക് ലഭിച്ചു. പിന്നീട് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. എത്ര ആപ്ലിക്കേഷൻ അയച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ ഞാൻ അവിടെ ഇരുന്ന് അയച്ചു. എല്ലാം റിജക്ഷൻ മാത്രമായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു ആപ്ലിക്കേഷൻ പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ UK വെച്ച് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് ഇങ്ങനെ 9 എന്നൊരു നമ്പർ പച്ച മെഴുകുതിരിയിൽ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എന്തോ ഒന്ന് അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് താമസം എടുക്കും എന്നെനിക്കറിയാം. അപ്പം ആ ഒരു താമസത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കും, അതിനുള്ള കൃപ എനിക്ക് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ മാസം OSCE എക്സാം എഴുതാൻ പോയ ഞാൻ ഡിസംബർ മാസം തിരിച്ചെത്തി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു 2025 നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഞാൻ UK ആയിരുന്നതുകൊണ്ട് എനിക്കതിനെ സാധിച്ചില്ല. പക്ഷേ UK മാഞ്ചസ്റ്ററിൽ നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മ മാതാവ് എനിക്ക് അവസരം തന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ എന്നാണ് ജപമാല റാലിയെന്നോ അതിന് ഞാൻ എങ്ങനെ പോകുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഇമേജ് കയറി വന്നതാണ്. മാഞ്ചസ്റ്ററിൽ 2025 നവംബർ 1-ാം തീയതി അഖണ്ഡ ജപമാല റാലി നടക്കുന്നുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് നാട്ടിൽ വന്ന് ജപമാല റാലിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മാതാവ് എനിക്ക് അവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഇനി നാട്ടിൽ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. കാരണം ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്ഷൻസ് ആണ്. എല്ലാവരും പറഞ്ഞു, എന്തിനാണ് ഇത്രയും പൈസയൊക്കെ മുടക്കി പോയിട്ടൊന്നും കാര്യമില്ല, ഇനി UK ആരും നഴ്സുമാരും ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും തരുമെന്ന് തന്നെ.
അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും കയറുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അതിശക്തമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെ 2026 ഈ ഫെബ്രുവരി മാസം 6-ാം തീയതി UK നിന്ന് എനിക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ വളരെ പ്രയാസകരമായിരുന്നു. അരമണിക്കൂറോളം അവർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നിർത്താതെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ മാതാവേ, ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും മനസ്സിലാവാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് ഫെബ്രുവരി 9-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, മാസങ്ങൾക്ക് മുമ്പേ അമ്മ മാതാവ് എനിക്ക് പച്ചമെഴുകുതിരിയിൽ കാണിച്ചു തന്ന 9 എന്ന തീയതി എൻ്റെ റിസൾട്ട് വന്ന ഫെബ്രുവരി 9 ആയിരുന്നു. അങ്ങനെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അമ്മ മാതാവ് ഫെബ്രുവരി 9-ാം തീയതി എന്നെ ഉയർത്തി. ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, എന്തിനാണ് പോകുന്നത്, ഇനി അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല. അങ്ങനെ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു ഉടമ്പടി എടുത്ത എന്നെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഉയർത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ആഴ്ച പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു. ഞാൻ ഈ ആഴ്ച UK പോവുകയാണ്. ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി 3 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു, പോകാനുള്ള വിസയും തന്നു. ഈ ആഴ്ച ഞാൻ പോവുകയാണ്. ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും അമ്മ മാതാവിനെ ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വളരെ പ്രയാസമായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പച്ചമെഴുകുതിരിയും നമ്മുടെ നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് വിതറി, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി, തേൻ കുടിച്ചു. ആ സമയത്ത് ഞാൻ ആ അരമണിക്കൂർ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പച്ച മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ തിരുഹൃദയം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്, എൻ്റെ തിരിയിൽ തിരുഹൃദയം കത്തി തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ടെൻഷനിൽ ഞാൻ തിരിയൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ കോൾ കട്ടാക്കി പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം എൻ്റെ മുൻപിൽ ആ പച്ചത്തിരിയിൽ വീണ്ടും തിരുഹൃദയം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ ജോലി എനിക്ക് തന്നെ ഉള്ളതാണ്. എത്ര പേരുണ്ടെങ്കിലും അവരെന്നെ എടുക്കും, എനിക്ക് ഈ ജോലി കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വീട് പണി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ആ സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സങ്ങളും പിന്നീട് കൂടാതെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായൊരു ഭവനം പണിതുയർത്താനായിട്ട് ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട് പണി പൂർത്തിയായി ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കണമെന്നുള്ളത്, പുതിയ വീട്ടിൽ നടത്തണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. പുതിയ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കുവാനും പിന്നീട് അത് നടത്തുവാനും സാധിച്ചു. അതും ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. പിന്നെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ സ്കിൻ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തതായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും കാല് കുഴിഞ്ഞ് ഒരു പൊട്ടൽ പോലൊക്കെ ആയായിരുന്നു. അപ്പം മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും അത് കരിയുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് മരുന്നുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കാലിൽ പുരട്ടി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു മുറിവുണ്ടായിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെവിവേദന ഉണ്ടായി. എൻ്റെ റൂംമേറ്റ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം, എപ്പോഴും എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിനും അറിയില്ല, എനിക്കും അറിയില്ല. കൾച്ചർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ ചെവിവേദന ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും ഉടമ്പടി തൈലം തൂത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഒരു കാരണവശാലും ഇനി ആ വേദന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവരുതെന്ന്.
അതുപോലെ മറ്റെന്ത് രോഗമായാലും, ഒരു തലവേദന ആയാലും മറ്റെന്ത് രോഗങ്ങളായാലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്നുള്ള വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും, അതുപോലെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർക്കും ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ തവണ ഞാൻ OET എഴുതുന്നതിന് മുൻപ് ഇവിടെ വന്ന ജോസഫസിനെ കാണാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം ഞാൻ വന്ന സമയത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു രാവിലെ. തിരിച്ച് ഞാൻ പള്ളിയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ടോ എന്ന് നോക്കുമെന്ന്. മാതാവ് എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കത്തേയില്ല. ഞാൻ പള്ളിക്കകത്ത് കയറിയില്ല, അതിനു മുമ്പേ കാശ് രൂപം ഉണ്ടെന്ന് നോക്കുമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ്. ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ആ കാശ് രൂപമില്ല. ഞാൻ ഓർത്ത്, മാതാവേ, ആ കാശ് രൂപം നഷ്ടപ്പെട്ടു. പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ OET അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ആ ഒരു വിചാരത്തോടെയാണ് വരുന്നത്. അപ്പോഴാണ്ട് കയ്യിൽ നിന്ന് കാശ് രൂപവും നഷ്ടപ്പെട്ടു. വീണ്ടും എനിക്ക് ഒരുപാട് നിരാശയായി. ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞു, മാതാവേ, വീണ്ടും നീ എന്നെ ഓരോ പ്രതിസന്ധിയിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ആ കാശ് രൂപ എങ്ങനെയെങ്കിലും തിരികെ തരണം, അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോഴും ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ആ കാശ് രൂപം തിരികെ ലഭിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ, എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. അമ്മ അന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നിൻ്റെ അശ്രദ്ധ കാരണമല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ കാശ് രൂപം അന്ന് ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് അന്ന് ഞാൻ നോക്കിയതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ കാശ് രൂപം തിരികെ കിട്ടിയത്. പിന്നീട് ഞാൻ ഇതുവരെ കാശ് രൂപം താത്തു വെച്ചിട്ടില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ മാതാവിൻ്റെ ജപമാലയും ഈ ഉടമ്പടി കാശ് രൂപമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുതൽക്കൂട്ട്. എന്നെ നയിക്കുന്നത് ഈ പരിശുദ്ധ ജപമാലയും ഈ കാശ് രൂപം തന്നെയാണ്. ആത്മീയ ജീവിതം ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും OET പഠിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഈ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. നേഴ്സിംഗ് പഠിക്കുമ്പോഴാണെങ്കിലും OET പഠിക്കുമ്പോഴാണെങ്കിലും അതിനുള്ള അവസരം ഈശോയും മാതാവും എനിക്ക് തന്നു. ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുവാനും പരീക്ഷയുള്ള സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും കുർബാന മുടക്കിയിട്ട് ഒരു കാര്യത്തിന് ഞാൻ പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാനും അമ്മയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും നിരന്തരം പങ്കെടുത്തു വരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം കുറച്ച് അകലെയാണ്. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വചനം വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും പ്രൊവിഡൻസ് ഹോമിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് നൽകുന്നുണ്ട്. അത് ഞങ്ങളും ഒരു മുടക്കവും കൂടാതെ നൽകി വരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നൽകി വരുന്നു. വീട്ടിലാണെങ്കിലും സഹായം ചോദിച്ചും ഭക്ഷണം ചോദിച്ചും വസ്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് വീട്ടിൽ വരാറുണ്ട്. വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. കഴിയും വിധത്തിൽ ഈശോയും മാതാവും തന്ന അനുഗ്രഹം എത്രത്തോളമാണോ അതനുസരിച്ച് അവരെ ഓരോരുത്തരെയും സഹായിക്കുവാനുള്ള കൃപ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ എവിടെ യാത്ര പോയാലും ഞങ്ങൾ പൊതിച്ചോറ് കയ്യിലെടുക്കും. അർഹിക്കുന്നവർക്ക് അത് നൽകുവാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞങ്ങൾ കൂടുതലായിട്ടും പൊതുമേഖലയിലാണ് നൽകുന്നത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ മാതാവിനെ പറ്റി പറയുവാനും പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തന്നെ ഈ പത്രം കൊടുക്കുവാനും എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ, ഈ പത്രം ലഭിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ UK പോയ സമയത്താണെങ്കിലും ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് അമ്മ മാതാവിനെ പറ്റി ഇതൊരു റിലീജിയസ് ചർച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് ഈശോയും എൻ്റെ അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും
നമ്മെ ശക്തീകരിക്കുവാനും നമുക്കുള്ളൊരു വലിയ ആയുധമാണ് ഈ ഉടമ്പടി. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ പതറിപ്പോകാം, പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. താഴ്ച നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു ഉയർപ്പുണ്ട്. ഈശോയും മാതാവും നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അതിജീവിക്കാനാണ് നമുക്ക് പ്രയാസം. ആ ഒരു സമയത്തെ അതിജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഇനി എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ വഴി മറ്റുള്ളവർക്കും ലഭിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ നെയ്ബേഴ്സ് ഒരുപാട് പേരുടെ അമ്മ മാതാവിനെ പറ്റി പറയുവാനും ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേരെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്നതിൽ ഒരാളെങ്കിലും ഒരു ദിവസം ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിരിക്കും. നമ്മൾ ഈ ഇ സി ജി ഒക്കെ എടുക്കുന്ന സമയത്ത് ഉടമ്പടി കാശ് രൂപം അവരുടെ കഴുത്തിൽ നിന്നും ഇങ്ങനെ ഊരുമ്പോൾ അവർ പറയും, മോളെ ഇത് ഇ സി ജി എടുത്ത് കഴിയുമ്പം എനിക്ക് ആ കാശ് രൂപം തിരികെ തരണേ, ഇത് ഉടമ്പടി കാശ് രൂപമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മ മാതാവ് അവിടെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തരിലും അമ്മ മാതാവിനെയും ഈശോയെയും പറ്റി അറിയുവാനും അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടി എടുത്ത 2 വർഷക്കാലം. ഞാൻ ഈ മാർച്ച് 25 ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷം തികയാണ്. ആ 2 വർഷത്തിന് മുമ്പ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് തന്നു. അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് അനുദിനം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്കറിയാം, 2 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും സാക്ഷ്യം കേൾക്കുമ്പം എനിക്കും ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലം, അതിനുള്ള അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. 91 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ബിയ വിൻസെൻ്റ് എന്ന ഈ മകളുടെ അത്യുജ്വലമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മകൾ എത്ര ആർജവത്വത്തോടു കൂടി താൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ചതും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതും പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ താൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ ഓരോ സമയത്തും അമ്മ മാതാവും ഈശോയും തന്നെ അനുഗ്രഹിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരം പിടിച്ചാൽ അമ്മ ഒരിക്കലും നമ്മുടെ കരം വിടുവിച്ചു പോവില്ല. ആ നടപ്പൊരിക്കലും പാഴാവില്ല. ആ പ്രാർത്ഥനയൊരിക്കലും ഫലവത്താവാതെ നമ്മളെ നിരാശയിൽ നിബന്ധിക്കുവാൻ അമ്മ ഇടയാക്കില്ല. കാരണം ഏതൊരാപത് സമയത്തും കൂടെ നിന്ന് ജീവിത വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി അമ്മ നിരന്തരം നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. സഹോദരി ആദ്യം പറഞ്ഞു തുടങ്ങി, ആ 2 പേരും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മയെ കാത്തുകൊണ്ട് ആ ഒരു അനുഭവം എന്നെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ അമ്മ ഏതെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കും. ചില തകർച്ചയാവാം, ചില സങ്കടമാവാം, ചില പ്രത്യേക ആവശ്യങ്ങളാവാം. പക്ഷേ ഉടമ്പടി തുടങ്ങിക്കഴിയുമ്പോൾ മറ്റാരുമല്ല നമ്മളെ നയിക്കേണ്ടത്, നാം തന്നെ അമ്മയോടുള്ള ബന്ധം അനുനിമിഷം അനുദിവസം അത് വളർത്തിക്കൊണ്ടുവരികയും ആഴപ്പെടുകയും വിശ്വസ്തത കൊണ്ട് ഉടമ്പടിക്ക് കവചമുണ്ടാക്കി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതുവരെയും നിലനിൽക്കുവാൻ നമ്മൾ തയ്യാറാവുകയും വേണം. അതുകൊണ്ട് ഓർക്കണം, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയെന്ന് നാം അറിയുമ്പോഴും ആ സമയച്ചുരുക്കത്തിലേക്ക് വിശ്വസ്തതയുടെ ബന്ധത്തിലാണ് എത്തിച്ചേരുന്നതെന്ന് മറക്കരുത്. അല്പകാലം നമ്മൾ ക്ലേശത്തിലൂടെ കടന്നുപോയാലും ദൈവം ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ
ഏത് ക്ലേശവും ഏത് കഷ്ടതയും ഏത് നിന്ദാപമാനവും ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറയുവാൻ പറ്റണം. ഉടമ്പടി ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. നമ്മൾ പലപ്പോഴും അലസത കൊണ്ടും ആസക്തി കൊണ്ടും അലക്ഷ്യമായ ജീവിതം കൊണ്ടും ഉടമ്പടിയെ പരാജയപ്പെടുത്തുമെങ്കിലും അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അനുഗ്രഹിക്കുവാൻ കൂടെയുണ്ട്. വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് തിഷ്ടമായി ജീവിക്കാം. നമുക്കത് അനുഗ്രഹത്തിൻ്റെ നിരവധിയായ വഴികൾ അമ്മ മാതാവിലൂടെ ഈശോ ഒരുക്കി തരും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ സന്തോഷങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യൊടിയോടെ ഈ സാക്ഷ്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.